പണ്ടായാലും ഇപ്പോഴായാലും ബിസിനസ് തുടങ്ങാൻ നമ്മൾ പ്ലാൻ ഇടുമ്പോൾ അതിന് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, ലൊക്കേഷൻ, ഐഡിയാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേട്ടു തുടങ്ങിയിട്ട് സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത്. അതും ഒരു തലവേദനയാണ്. അപ്പോൾ ആ തലവേദനയെ കുറക്കാൻ ഈ വോക്ക് എന്താണ് മുൻകരുതലായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ടോട്ടൽ ഇപ്പോൾ ഒരു ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്യാപിറ്റൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യുമല്ലോ. ആ ക്യാപിറ്റലിനകത്ത് നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റും ഉണ്ടാവും. ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മേ ബി യു നീഡ് ടു അലോക്കേറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ തന്നെ ഒരു 5 CR ബഡ്ജറ്റാണ് ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 CR ആണ് നിങ്ങൾ മാർക്കറ്റിംഗിന് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 60-40 മോഡലിൽ പോകണമായിരിക്കും ബെറ്റർ. 60% യു ക്യാൻ സ്പെൻഡ് ഇൻ ഡിജിറ്റൽ ഇറ്റ് സെൽഫ്, 40% യു ക്യാൻ ഗോ ഫോർ അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു കൺസിഡറേഷൻ ഇപ്പോഴത്തെ ഒരു സെനാരിയോ പ്രകാരം നമുക്ക് എടുക്കണം ആക്ച്വലി. അത് പൊതുവേ ചില കമ്പനികളൊക്കെ ചെയ്യുന്നത് അത് നേരെ ഒരു 95-5 ഒക്കെ ആക്കും. ട്രഡീഷണൽ മീഡിയയിൽ 95% സ്പെൻഡ് ചെയ്യും, 5% ഓൺലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യും. കാരണം അത് പറയാൻ കാരണം ഇപ്പം റീസെൻ്റായിട്ട് ഈ ലാസ്റ്റ് ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇ-കോമേഴ്സ് ലോഞ്ച് ചെയ്തപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ലോഞ്ച് ചെയ്തൊരു ഇ-കോമേഴ്സ് ആണ്. അവർ ഓൾമോസ്റ്റ് എല്ലാ ഡെയിലിയുടെയും ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്തു. സോ ഫ്രണ്ട് ഫുൾ പേജ് ബുക്ക് ചെയ്ത് അഡ്വർടൈസ് എല്ലാം മീഡിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് യൂണിറ്റ് ടു സ്പെൻഡ് 1 CR. സോ ജസ്റ്റ് ഇമാജിൻ ഞാൻ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണ് ഇൻ ഫ്രണ്ട് പേജ് ഓഫ് ഓൾ ദ ഡെയിലീസ് ഫ്രം 5 AM ടു ഈവനിങ് 5 PM കഴിഞ്ഞ് 1 CR ഈസ് ഗോൺ. സോ അതൊക്കെ ഒരു തെറ്റായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ പ്രോബ്ലം ആണ്. 1 CR you can easily spend means like you can reach to a level. അതവർ ചെയ്തില്ല. സോ ദാറ്റ്സ് എ ബിഗ് ലോസ്. സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ AI അതൊരു തരംഗമാണ്. ആ തരംഗത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കും, എന്തിനാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാനൊരു ഏജൻസി ഏൽപ്പിക്കുന്നത്, എന്തിനാ AI ഉണ്ടല്ലോ, AIയുടെ ടൂൾസ് നമുക്ക് ചെയ്തു തരും എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇന്ന് കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ AI എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ആക്ച്വലി ആളുകൾ അതായത് ഒരു കസ്റ്റമർ AI വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റീപ്ലേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന റിസോഴ്സുകൾക്കോ ആയിരിക്കും. അവരായിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്, ഓക്കെ AI വന്നു ഇനി എൻ്റെ പണി പോവുമോ, അല്ലെങ്കിൽ ഇവോക്ക് എന്നുള്ള കമ്പനി നാളെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കും ആദ്യം വരുന്നത്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ വന്നിട്ട് ജോലി പോകുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഒരു 1988 മൈക്രോസോഫ്റ്റ് ഓഫീസ് ലോഞ്ച് ചെയ്യുന്നത്. അതായത് MS ഓഫീസ്, അതായത് വേർഡും എക്സലും ഒക്കെ വന്നത്. അന്നത് വരുമ്പം ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു എക്സൽ ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലി രജിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫിസിക്കൽ രജിസ്റ്റേഴ്സ്, അത് മാനേജ് ചെയ്യുന്ന സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസിൽ മിക്കവാറുള്ള എല്ലാ കമ്പനികൾക്കും കാണും ഒരു റിസപ്ഷനിൽ രജിസ്റ്റർ എഴുതുന്ന പരിപാടി. അത് നൗ ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് എക്സൽ ഓർ എനി അതർ സോഫ്റ്റ്വെയർസ്. അത് എക്സൽ വന്നതുകൊണ്ട് ആളുകളുടെ ജോലി പോയിട്ടില്ല, പക്ഷേ എഫിഷ്യൻസി 100 times മുകളിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബിക്കോസ് യു ഗെറ്റ് ട്രഡീഷണൽ രജിസ്റ്ററിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ ആ ബുക്ക് കുറച്ച് കഴിയുമ്പോൾ പോവും, കത്തിപ്പോവും, അല്ലെങ്കിൽ പുഴുവരിച്ച് പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഡിജിറ്റലി വെൻ യു ആർ കീപ്പിംഗ് ഇറ്റ് യു ഹാവ് ദ റെഫറൻസ്. 10 കൊല്ലം മുന്നേ വന്ന വിസിറ്ററുടെ ഇൻഫർമേഷനും യു വിൽ ഹാവ് ഇൻ ദ എക്സൽ ഇഫ് യു ആർ കീപ്പിംഗ് ആൻ എക്സൽ. സോ അതുകൊണ്ട് ഒരു ടൂള് വരുന്നു, ഒരു ടൂള് വരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും മാർക്കറ്റിൽ അത് ഫുള്ളായിട്ട് ഒരു റിസോഴ്സിനെ തുറച്ച് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തുറച്ച് കളയാൻ പറ്റില്ല. ആ ടൂള് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ AI ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു വലിയ ഫാക്ടറാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ChatGPT എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി ChatGPT ഒരു കണ്ടന്റ് ടൂളാണ്. ആക്ച്വലി കണ്ടന്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആക്ച്വലി. അപ്പോൾ ഈ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബ്ലോഗ് ഒന്ന് എഴുതണം, ChatGPTയിൽ ഞാൻ ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT വിൽ ഗിവ് യു ദ ബ്ലോഗ്. പക്ഷേ ആ ബ്ലോഗ് അങ്ങനെ തന്നെ നമ്മൾ ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. ഇഫ് യു ആർ എ റിയൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൺ, അവർക്ക് അവരുടെ പെർസ്പെക്ഷനോട് കൂടിയിട്ട് ഈ കണ്ടന്റിൽ അവർ ആഡ് ചെയ്യും. ഇപ്പോൾ സാധാരണ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂർ 4 hours ഒക്കെ ചിലപ്പോൾ ഒരു റിസോഴ്സിന് ഒരു ബ്ലോഗ് റൈറ്റർ കണ്ടന്റ് റൈറ്റർക്ക് എടുക്കുകയാണെങ്കിൽ അത് AI വന്നതോടുകൂടി ആ ടൈം എന്നുള്ളത് 1 hour ആയിട്ട് കുറയ്ക്കാൻ പറ്റും. സോ 4 hours ചെയ്യുന്ന ജോലി 1 hour ആവും. അപ്പോൾ 4 hours 4 ബ്ലോഗ് ചെയ്യാം. സോ എഫിഷ്യൻസിയാണ് കൂടുന്നത്. ഈ ടൂൾസ് ആർ ആക്ച്വലി ഡിസൈൻഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇറ്റ്സ് നോട്ട് റീപ്ലേസിംഗ് എനിത്തിങ്. Yes, that means it will increase efficiency and decrease the effort. Correct. I think that's the reason. That's a point. അത് AI വരുന്നതുകൊണ്ടല്ലാതെ വേറെ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ChatGPTയിൽ ഇപ്പം നോക്കാതൊന്നുമില്ല. പിള്ളേരൊക്കെ ഇപ്പം തന്നെ എങ്ങനെ ഹോംവർക്ക് എളുപ്പമായി നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, AI വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നുള്ളത് ഡിജിറ്റൽ
മാർക്കറ്റിംഗ് കമ്പനികൾ ഇപ്പോൾ ചിലപ്പോൾ ചില കമ്പനികളൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും AI ടൂളിനെ. കാരണം അവർ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നത് AI ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ബോട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, കണ്ടന്റ് ഇങ്ങനെ AI ഉണ്ടാക്കിയ കണ്ടന്റാന്ന് പറയും. പക്ഷേ ഫോർ എ സർട്ടൺ പെർസെൻറ്റേജ് ഇറ്റ് ഈസ് റൈറ്റ്. പക്ഷേ അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു റിസോഴ്സ്, ഒരു കണ്ടന്റ് റൈറ്റർ റിസോഴ്സ് ഒരു ദിവസം 2 or 3 ബ്ലോഗാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം റിസോഴ്സ് ഈ ടൂളുകളുടെ ഹെൽപ്പും കൂടെ കൂടി എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 3 എന്നുള്ളത് 10 ചെയ്യാം. അത്രയും ഡിഫറൻസ് ഉണ്ട് എഫിഷ്യൻസിക്കകത്ത് ആക്ച്വലി. പക്ഷേ യു നീഡ് ടു പുട്ട് യുവർ ഓൺ പെർസ്പെക്ഷൻ ഓൾസോ. അല്ലാതെ ജസ്റ്റ് AI ഉണ്ടാക്കുന്ന കണ്ടന്റ് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. യു നീഡ് ടു പുട്ട് യുവർ ഓൺ എന്താ പറയുക ഹ്യൂമൻ എഫോർട്ടും കൂടെ കൂടി അതിനകത്ത് ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് യു ക്യാൻ ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഒരുപാട് ട്രിക്സ്, ടിപ്സ്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. പക്ഷേ ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വരുന്ന ജനറേഷന് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാറിന് മറ്റെന്താണ് ഈ വോക്ക് എന്നുള്ളൊരു സ്ഥാപനമല്ലാതെ മറ്റെന്താണ് സാറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആദ്യം ചോദിച്ചപ്പോൾ ചിലപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഏതൊരു അപ്രോച്ചാണ് ഒരു പ്രൊജക്റ്റിൽ എടുക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ എങ്ങനത്തെ അപ്രോച്ച് എടുക്കണം, അല്ലെങ്കിൽ ഇതിലൊരു കരിയർ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, നിങ്ങൾക്ക് അത് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ളതിന് ആൻസർ ആയിട്ടാണ് നമ്മൾ ഇവോക്കിൻ്റെ ഒരു സബ്സിഡറി പോലെ നമ്മളൊരു ഡിജിറ്റൽ സ്കൂൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവോക്ക് ഡിജിറ്റൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 2 years ആയി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനിഷ്യലി രണ്ടും ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു 6 months ഓഫ്ലൈനും ഓൺലൈൻ കോഴ്സസും ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പം നമുക്ക് ഒരു ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരു 50% മുകളിലുള്ള ആൾക്കാരും GCC അല്ലെങ്കിൽ വേറെ ഔട്ട് ഓഫ് ഇന്ത്യ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരള ആൾക്കാരാണ്. ഫിസിക്കലി ഈ ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകളാണ്. എല്ലാവരും തന്നെ വർക്കിംഗ് പേഴ്സൺസും ആണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ലൈക്ക് എ സ്കിൽ, ലൈക്ക് ഡ്രൈവിംഗ് ഓർ സ്വിമ്മിങ്. സോ ആ ഒരു സ്കിൽ സെറ്റും കൂടെ കൂടിയിട്ട് അവരുടെ പ്രൊഫൈലിലേക്ക് മേ ബി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾക്ക് ഡിജിറ്റൽ സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോക്കകത്ത് ഈ ഒരു സ്കില്ലും കൂടെ അഡീഷണലി വരും. അയാൾക്ക് കിട്ടുന്ന സാലറിനേക്കാളും കൂടുതൽ ഇത്രയും കൂടെ സാലറി അവർക്ക് നെക്സ്റ്റ് കമ്പനിയിൽ ഹി ക്യാൻ നെഗോഷിയേറ്റ്, ബിക്കോസ് ഹി ഈസ് ആഡിങ് 1 more skill to his profile. സോ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും പഠിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നോട്ട് എ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അക്കാദമി ഒന്നും ചെയ്യുന്ന പോലെ ഒരു ട്രഡീഷണൽ സിലബസ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ കറൻ്റ്ലി തന്നെ നമ്മളൊരു 300+ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോജക്ട്സ് നമ്മുടെ കമ്പനി കറൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു മോർ ദാൻ 50% വെരി ബിഗ് ക്ലയൻസ് ആണ്. അപ്പോൾ അത്രയും വലിയ കമ്പനികൾക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഗൂഗിളിൽ കറൻ്റ്ലി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കമ്പനിയാണ് ആക്ച്വലി. കാരണം അവർ ഒത്തിരി കാര്യങ്ങൾ ഗൂഗിളുമായിട്ട് ചെയ്യുന്നുണ്ടാവും, ഗൂഗിളിൻ്റെ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും. നമ്മൾ എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ആ ഇൻഫർമേഷൻസ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് സ്റ്റഡി മെറ്റീരിയൽ ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓൺലൈൻ കോഴ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് നമ്മളിപ്പോൾ എനിക്ക് ഇവോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഡെവലപ്മെന്റ് മാത്രമല്ല ക്ലയൻസിന് കൊടുക്കുന്നത്, ക്ലയൻസിന് മാത്രമല്ല ഇതുപോലെ സമൂഹത്തിനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡിജിറ്റൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവോക്ക് സ്കൂൾ അല്ലേ? ഇവോക്ക് ഡിജിറ്റൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര വലിയ കമ്പനിയാണെങ്കിലും ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ കോള നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം കൊക്കോകോള എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഒരുപാട് മാർക്കറ്റ് പ്രൊഡക്ട്സ് കോളയുടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് കൊക്കോകോള എന്നായിരിക്കും. കൊക്കോകോള ഇപ്പം ഡിജിറ്റലി മില്യൺസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആക്ച്വലി ഡിജിറ്റലി. സോ ഡിജിറ്റലി അത്രയും പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് ടു കീപ് ഇൻ പീപ്പിൾ മൈൻഡ് ദാറ്റ് കോള ഈസ് കൊക്കോകോള. സോ ദാറ്റ് ഈസ് എ റീസൺ ദാറ്റ് ദേ സ്പെൻഡിങ് ദാറ്റ് മച്ച് മണി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ ട്രഡീഷണലി ഉള്ള ഇപ്പോൾ ഹോർഡിങ്സ് ആയാലും കൊക്കോകോള ഈസ് സ്റ്റിൽ ഡൂയിങ് വാൾ പെയിന്റിങ്സ്. ഇഫ് യു ഗോ ടു തമിഴ്നാട് ആൻഡ് ഓൾ കൊക്കോകോളയുടെ വാൾ പെയിന്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും ആലോചിക്കൂട്ടെ എന്താ കൊക്കോകോളയൊക്കെ ഇത്ര വലിയ കമ്പനി ഇപ്പോഴും ആ ഒരു വാൾ പെയിന്റിംഗിൽ നിൽക്കുന്നത്. അപ്പോൾ അതായത് ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ അവരെപ്പോഴും മൂവ് ചെയ്യുന്നത് നടത്തും അല്ലേ? പീപ്പിളുടെ മനസ്സിൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം. അതായത് ഓക്കെ കോള ഈസ് കൊക്കോകോള. They have to inject the name and the product always to the society. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ ആകുമ്പോൾ ഡിജിറ്റലും they need to be present in digital. That's the reason even Lulu or whoever ചെയ്യുന്നതിന്റെ കാരണം. ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷെ എന്താണ് വാട്ട്സ് യൂണീക്ക് ഇൻ ഇവോക്ക്? ഇവോക്കിലേക്കൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് സംസാരിക്കാനായിട്ട് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ ക്ലയൻറ്റിനെ ആദ്യം മനസ്സിലാക്കും. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അവരുടെ ബിസിനസ്,
ഏത് ജിയോഗ്രഫിയിലാണോ ഒരു ബിസിനസ് ചെയ്യുന്നത്, അവർ ഓൾറെഡി റീറ്റെയിൽ ബിസിനസ് ആണോ ചെയ്യുന്നത്, റീറ്റെയിൽ സ്റ്റോർ എവിടെയാണ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോർ അവർ ചെയ്തിട്ടുണ്ടോ, ഇതുവരെ അവരെന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ, അതെന്താണ് ചെയ്തത്, എത്ര ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തു, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്യും. ഒരു ട്രഡീഷണലായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് സർവീസസ് നമ്മൾ വിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജായിട്ട് കസ്റ്റമൈസ് ചെയ്യുക ചെയ്യുന്നത്. അത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു കാറ്റഗറി അല്ല നമുക്ക് ഇവോക്ക് കൊടുക്കുന്നത്. അല്ല, കാരണം വരുന്ന ഓരോ ക്ലയൻസിനനുസരിച്ച്, ക്ലയൻസിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നും കൊടുക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതെ അതെ. ഇപ്പം ചില കസ്റ്റമേഴ്സ് വരുമ്പം ഇപ്പം ചില പ്രൊഡക്ട്സ് ചിലപ്പം നമുക്ക് ഇ കോമേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവത്തില്ല, ഇ കോമേഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഒന്ന് പുള്ളി ചെയ്ത് നമ്മൾ നോക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഡിജിറ്റൽ റെസ്പോൺസ്, അതായത് ഡിജിറ്റലി ഉള്ള ഒരു കസ്റ്റമർ ബേസ് ഈ പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മേടിക്കാൻ തയ്യാറാവോ, നമ്മൾ ആദ്യം ആ മാർക്കറ്റ് ട്രയൽ ചെയ്യും. ആ മാർക്കറ്റ് ട്രയൽ ചെയ്യുമ്പം ഇഫ് യു ആർ ഗെറ്റിംഗ് വെരി ഗുഡ് റെസ്പോൺസ്, നമുക്ക് എവിടുന്ന് മേടിക്കാൻ പറ്റും, ഇത് ഓൺലൈൻ ഉണ്ടോ, ഇങ്ങനത്തെയൊക്കെ റെസ്പോൺസ് നമ്മൾ നോക്കിയിട്ട് വി വിൽ സജസ്റ്റ് ദ കസ്റ്റമർ ഓക്കെ വി വിൽ ഗോ ഫോർ എ ഇ കൊമേഴ്സ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ ഒരു ടൈം ടു ടൈം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രീ ഡിഫൈൻഡ് പാക്കേജ് നമുക്ക് എല്ലാ ബിസിനസ്സിലും ആപ്ലിക്കബിളും അല്ല.